കോടിക്കണക്കിന് സമ്പാദത്തിന്റെ ലാസ്റ്റ് ഇയാൾ കളവ് നടത്തിയിട്ട് അത് 20 ശതം പിടിച്ചിട്ട് അവിടുന്ന് മുജാഹിദിന്റെ മധ്യസ്ഥൻ തന്നെ 4 പ്രാവശ്യം എഴുന്നേറ്റ് ഇന്നയാൾ പറഞ്ഞു, നമ്മൾ വായിച്ച പുസ്തകത്തിന്റെ അപ്പുറപ്പുറം വായിച്ചു കൊടുക്കണം. എന്നിട്ട് ഇയാളെന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടേ എന്ന് വെച്ചോട്ടാ മതി. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇതാ ഞങ്ങളെ വാദം. അല്ലാഹു അല്ലാത്തവർക്ക് സെട്ടികൾക്ക് സുജൂദ് ചെയ്യാൻ ഞങ്ങളെ വാദം. അല്ലാഹു അല്ലാത്തവർക്ക് സെട്ടികൾക്ക് സുജൂദ് ചെയ്യാൻ ഞങ്ങളെ വാദം. അതേസമയം നിങ്ങളെന്നെ മദ്രസ പഠിപ്പിക്കുന്നുണ്ടെന്ന് ശിർക്കിനെ പറ്റി അത് മുട്ടതാകുന്ന കാര്യമാണ്. അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ അവരിന് മാത്രമല്ല സൃഷ്ടികൾക്കാർക്കും സുജൂദ് ചെയ്യാം എന്നിടത്ത് നിങ്ങൾ സക്കാഫികൾ എത്തിത്തുടങ്ങി. അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ അവരിന് മാത്രമല്ല സൃഷ്ടികൾക്കാർക്കും സുജൂദ് ചെയ്യാം എന്നിടത്ത് നിങ്ങൾ സക്കാഫികൾ എത്തിത്തുടങ്ങി. അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാകുമോ? നടുവത്ത് വായിച്ചിരിക്കും. അതാ നമ്മുടെ ചോദ്യം. ഞാൻ ഈ വായിച്ചത് അതിലുണ്ടോ അല്ലേ? നിങ്ങളെ സക്കാഫി അങ്ങനെ എഴുതിയിട്ടുണ്ടോ അല്ലേ? അതെ, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കുന്നത് സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോ മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം മലക്കുകള് ആദം നബിക്ക് സുജൂദ് ചെയ്ത് ശിർക്കല്ല. ഇതിലാർക്കാണ് തർക്കം? പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കാദിയാനിക്ക് പോകുന്നു. ചേകനൂർ എങ്ങനെയാ പോയെന്നറിയാം നിങ്ങള്? അതെ, പൂനൂര ബുക്കർ പോലും എങ്ങനെയാ പോയത്? കാദിയാനിക്ക് പോയത് മുജാഹിദിന്നല്ലേ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മുജാഹിദാകുക, പിന്നെ കാദിയാനിയാകുക, പിന്നെ ചേകനൂരാകുക. പിഴച്ച് ഇങ്ങനെ പോകലല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്താകുന്ന ആർക്കറിയാം? അതിങ്ങനെ പോകലല്ലേ? അത് എല്ലാവരും പിഴച്ചു പോലങ്ങനെ തന്നെയാണ്. ഇനി ഇത് തന്നെയാണ് ഉമർ മൗലവിയും എഴുതിയത്. സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നുണ്ടാൽ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നത് വിഗ്രഹത്തിന്, നേരത്തെ പറഞ്ഞ ആൾക്കാ, ഇത് വിഗ്രഹത്തിനാ. മുർമോലി പറഞ്ഞാൽ വിഗ്രഹത്തിന് സുജൂദാ, മറ്റത് മലക്കിനാ. അത് നബി ആൾക്കാണ്. ആൾക്ക് സുജൂദിനെ പറ്റി അവിടെ പറഞ്ഞു തന്നെ. ഇത് വിഗ്രഹത്തിനാ മൗലവി പറയുന്നത്. എന്നിട്ട് നോക്കൂ, പറയാണ് വിഗ്രഹത്തിന് സുജൂദായിട്ട് തന്നെയാണോ അങ്ങനെ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലോ എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ഒരു കമ്മീഷൻ ചെയ്യണം. എന്തിന്? സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നതണ്ട. സുജൂദിന്റെ രൂപത്തിൽ കിടക്കല കുമ്പിടലല്ലേ? കിടന്നാ സുജൂദാ? അപ്പൊ എന്താണ് ഈ പറഞ്ഞതെന്നറിയില്ല. എന്നിട്ട് വിഗ്രഹത്തിന് സുജൂദ് ചെയ്താൽ തന്നെ വിശ്വാസം നോക്കാണ്ട് പറഞ്ഞുവിടാൻ എഴുതിയ നിങ്ങളാണോ ഇവിടെ മലക്കുകളോട് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ശിർക്കല്ല എന്ന് പറയുന്നതിനെ എതിർക്കുന്നത്? ഖുർആൻ അങ്ങനെ ഇല്ലേ? അതുപോലെ യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തത് ഖുർആനിൽ ഇല്ലേ? അതൊക്കെ ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ മതത്തിൽ സുജൂദ് കൊണ്ട് ബഹുമാനിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ അപ്പുറവും ഇപ്പുറവും മൂടി വെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഷാദിയാനിസത്തിലേക്ക് പോകുന്ന സഖാഫി വിരുദ്ധമാണോ എന്ന് പറയുന്നത് ശരിയല്ല, ഒരിക്കലും തന്നെ ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മൂടി വെച്ച് വായിക്കുന്ന ഏർപ്പാട് നിർത്തണം. ഞങ്ങളെ മുന്നിൽ വെച്ചത് നടക്കില്ല. നിങ്ങൾ ആ വായിച്ചതിന് നിങ്ങൾ ഈ ജനങ്ങളോട് നിങ്ങൾ പറയണം ഞങ്ങൾ ചെയ്ത് തെറ്റാണ്, തെറ്റിദ്ധരിപ്പിച്ചത് തെറ്റാണെന്ന് നിങ്ങൾ പറയണം. അതാണ് മാന്യത. നിങ്ങൾ ഒരിക്കലും തന്നെ മൂടി വെച്ച് പറയുന്നത് ശരിയല്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മൂടി വെച്ച് സംസാരിക്കുന്നത്? എന്തുകൊണ്ട് സത്യസന്ധരായി ജീവിച്ചുകൂടാ? സത്യം പറഞ്ഞുകൂടെ? പിന്നെ ശഫാഅത്ത് ചോദിക്കുന്നു. ഇത് ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥമാണ്. ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നു ശഫാഅത്ത് ചോദിക്കലുണ്ട്, ശഫാഅത്ത് റസൂലുള്ളാഹി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശഫാഅത്ത് ചോദിക്കലുണ്ട്, റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യും, ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്യും. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ശഫാഅത്ത് ചോദിച്ചതുകൊണ്ട് അത് ശിർക്കാകുമെന്നാണോ? ആര് പറഞ്ഞു? ഇബ്നു ഹജർ തഹ്ഫയിൽ പറഞ്ഞതും അതുപോലെ തന്നെ സവാദിൽ പറഞ്ഞതുമായ ഒരു കാര്യം, അത് വ്യക്തമായി ഒരു സഖാഫി എഴുതിയതിന് എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന്തോ ഞങ്ങളെ മുന്നിൽ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വാദപ്രതിവാദമാണിത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. സാധാരണ
അവസാന പ്രസംഗത്തിൽ ആളുകൾക്ക് അറിയില്ല. അപ്പുറം നിങ്ങൾ മൂടി വെക്കുന്നത് മനസ്സിലാവൂല. നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ പറയണം. അല്ലാതെ ഈ വാദപ്രതിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ ഒരു കാര്യം ഈ വഞ്ചനയിലൂടെയാണോ വാദപ്രതിവാദം കൊണ്ടുപോകേണ്ടത്? മുമ്പിലിരിക്കുമ്പോഴൊന്നും തെളിയിക്കാൻ കഴിയൂല. കേക്ക് മനസ്സിലായില്ലേ? ഇത് വ്യക്തമായി തന്നെ എഴുതിയതാ. ഇപ്പൊ അവര് വായിച്ചല്ലോ. വായിച്ച ഈ ഇതിനുള്ളതാ, വയതലുള്ളിലും സോവനിയിലുള്ളതാ. അല്ലേ പറയും അതെ ലാ ഇലാഹ എന്ന് മാത്രം പറഞ്ഞാൽ മുശ്രിക്കാവൂലേ? ഇല്ലെന്ന് വായിക്കണ്ടേ? വെറും ലാ ഇലാഹ വായിക്കല. ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് പറയണേ, ഇല്ലെന്ന് കേൾക്കണ്ടേ? അതുകൊണ്ട് ഇത് തെളിയണം, അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ് പിൻവലിക്കണം. സദസ്സിൽ നിന്ന് ആരും ബഹളമുണ്ടാക്കരുത്. എല്ലാവരും അടങ്ങിയിരിക്കണം. എല്ലാരും ഇരുന്നോളൂ. എല്ലാരും ഇരുന്നോ. ഹലോ, സദസ്സ് നിശബ്ദമാവുക. പരിപാടിയുടെ നടത്തിപ്പിന് സഹകരിക്കുക. അത് സക്കരിയ സലാഹി പറയും. ഇതാ ഞാൻ ഇനി വായിക്കാം. ആരാ മൂടി വെച്ചെന്ന് കണ്ടോളി. ഈ പുസ്തകം നിങ്ങൾ വായിക്കാൻ കൊടുത്തല്ലോ. ആ പുസ്തകത്തിൽ സക്കാഫി എന്താ ഉദ്ദേശിച്ചറിയോ? ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത്. സൽസബീൽ 1971 നവംബർ പുസ്തകം ലക്കം 1 ലക്കം 4. ഈ സൽസബീൽ അതില്ല. എന്തെങ്കിലും നിങ്ങൾ തെളിയിക്കുന്ന അപ്പം മധ്യസ്ഥമാരി കൊടുക്കാം. സൽസബീൽ എന്താ? നിങ്ങൾ വിഗ്രഹത്തിന് മുമ്പിൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ, അത് മാത്രമല്ല അദ്ദേഹം ആദ്യം പറഞ്ഞ് സിട്ടിക്ക് സുജൂദിൽ ശിർക്കാണെന്നുള്ള തർക്കല്ല. എന്നിട്ട് പറയാണ് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ. ഇയാൾ തിരിച്ചതോ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ. ഇതാ ഇപ്പൊ തന്നെ മധ്യസ്ഥമാരിക്കാൻ കൊടുക്കാം. ഇത് ഈ പറഞ്ഞ കാണിച്ചല്ലോ. ഹലോ, ചർച്ച അതല്ല ഇവിടുത്തെ ചർച്ച, അതല്ല അത് മനസ്സിലാക്കണം. ചർച്ച ശരിക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് ചർച്ച. എല്ലാവരും എന്റെ സമയമാണ് പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞത്. പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല മൗലവി. വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ് പറയാറുണ്ടല്ലോ. നടക്കൂ. എല്ലാവരും സീറ്റിലിരിക്കണം. ഈ കാര്യം ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായ പ്രമാണങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാവരും ഈ കാര്യം ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായ പ്രമാണങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സദസ്സിലുള്ളവര് ഒരിക്കലും നിങ്ങൾ തർക്കിക്കരുത്. നമ്മുടെ സെഷൻ തീർക്കലല്ലേ, ഭംഗിയായി തീർക്കലല്ലേ നല്ലത്, അല്ലേ? അങ്ങനല്ല നമ്മള് അല്ല, അതൊരു എന്താണ് പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുന്ന് വായിക്കണം. രണ്ട് ബുക്കിലുള്ളതും കൃത്യമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ പറയും. ബന്ധപ്പെട്ട ഭാഗം വന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരുന്ന തീർക്കി. ഒന്നിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും എല്ലാവരും എനിക്കത് വായിക്കട്ടെ.
എന്റെ സമയമാണ്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതെന്താണ്? അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക നിങ്ങളുടെ സമയത്ത്. കേട്ടില്ലേ? ഇയാൾക്ക് ഞാൻ പറ്റ എന്റെ നേരം പോക്കേണ്ട ആവശ്യമുണ്ടോ?